നമസ്കാരം. ഫെബ്രുവരി 12 എന്ന ദിവസത്തിന് വളരെയധികം പ്രാധാന്യം ജ്യോതിഷത്തിനുണ്ട്. കാരണം ചന്ദ്രൻ ഫെബ്രുവരി 12 പൂർണ്ണ രൂപത്തിൽ ശക്തി പ്രാപിക്കുന്നതായ ദിവസമാകുന്നു. ഈ ദിവസം ചന്ദ്രൻ സ്വാധീനം വർദ്ധിപ്പിക്കുന്ന രാശിക്കാരിൽ സൗഭാഗ്യ, ലക്ഷ്മി, ധനയോഗം രൂപപ്പെടുന്നതാകുന്നു. ജീവിതത്തിൽ ഒട്ടനവധിയാർന്ന മാറ്റങ്ങൾ, നേട്ടങ്ങൾ ഇവർക്ക് വർദ്ധിക്കും എന്നതാണ് വാസ്തവം. ഇവരിൽ സൗഭാഗ്യങ്ങൾ വർദ്ധിക്കുന്നതായിരിക്കും. അതിനാൽ ഈ രാശിയിൽ ജനിച്ചവർക്ക് ദോഷങ്ങൾ അകലുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. സൗഭാഗ്യങ്ങൾ ഇവരെ തേടിയെത്തും. ആ രാശിക്കാർ ആരെല്ലാമാണ് എന്ന് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. പറയുന്നത് പൊതുഫലപ്രകാരമാണ്. അതിനാൽ ജാതകപ്രകാരം ഈ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ വന്ന് ചേരാവുന്നതുമാകുന്നു. കുംഭം രാശി. കുംഭം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് അവിട്ടം അവസാന പകുതി, ചതയം പുരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രക്കാർ. കുംഭം രാശിയിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്ക് ചന്ദ്രന്റെ പ്രഭാവത്താൽ തലവര തെളിഞ്ഞിരിക്കുന്നതായ ഒരു സമയമാണ് എന്ന് തന്നെ പരാമർശിക്കാം. ചില സൗഭാഗ്യങ്ങൾ ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. അതിൽ പ്രധാനമായും പരാമർശിക്കുന്നത് ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. കൂടാതെ കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ഇവർക്ക് അനുകൂലമായി തീർന്നു എന്ന് വരാം. പ്രതീക്ഷകൾ മുളയ്ക്കുന്നതായ ഒരു സമയമാകുന്നു. കാര്യങ്ങൾ തനിക്ക് അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും എന്ന ശുഭ പ്രതീക്ഷ വന്നു ചേരുകയും ഊർജവും ഉത്സാഹവും നിങ്ങളിൽ നിറയുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. പ്രതീക്ഷിക്കാത്തതായ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു എന്ന് വരാം. അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരാം. പ്രണയ സാഫല്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. പല വിധത്തിലുള്ള മാനസികപരമായ വിഷമങ്ങൾ മനസ്സിൽ കൊണ്ട് നടക്കുന്നവരാകാം നിങ്ങൾ. എന്തുകൊണ്ട് എനിക്ക് മാത്രം ഇപ്രകാരം സംഭവിക്കുന്നു എന്ന ചിന്ത പോലും മനസ്സിൽ കൊണ്ട് നടക്കുന്നവരാകാം നിങ്ങൾ. എന്നാൽ അതിൽ നിന്നും ചില മാറ്റങ്ങൾ വന്നു ചേരാം. സൗഭാഗ്യങ്ങൾ വർദ്ധിപ്പിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ധനയോഗം നിങ്ങളിൽ കൂടുതൽ അനുകൂലമായി തീരാം. പല വിധത്തിലും ധനയോഗം നിങ്ങൾക്ക് വന്നു ചേരാം. പ്രതീക്ഷിക്കുന്നതായ സഹായധനം ലഭിക്കലാകാം. കൂടാതെ കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ട്, തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾ വന്നു ചേരുക, ലഭിക്കാനുള്ള ധനം ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതുമാണ്. വളരെയധികം ആഗ്രഹിച്ചതായ ചില കാര്യങ്ങൾ നടക്കണം എന്ന് വിചാരിച്ചതായ ചില കാര്യങ്ങൾ നടക്കാനുള്ള സാഹചര്യങ്ങൾ, നേടിയെടുക്കുവാനുള്ള സാഹചര്യങ്ങൾ, അത്തരത്തിലുള്ള യോഗം നിങ്ങളിലേക്ക് വന്നു ചേരും. കൂടാതെ സൗഭാഗ്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായി തീരുകയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ കടന്നു വരികയും ചെയ്യാം. ചെയ്യുന്ന പ്രവൃത്തികളിൽ വിജയ സാധ്യത വർദ്ധിക്കാം. ഭാഗ്യം അനുകൂലമാവുക, മറ്റുള്ളവരുടെ സഹായം ലഭിക്കുക, പിന്തുണ ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ആർജിച്ചെടുക്കുവാൻ സാധിക്കുന്നതായ സമയമാകുന്നു. പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് അനുകൂലമാണ്. കാര്യങ്ങൾ നിങ്ങൾക്ക് ശുഭമായി ഭവിക്കാം. മകരം രാശി. മകരം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടം എന്നീ നക്ഷത്രക്കാർ. മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ അനുകൂലമായി തീരാവുന്ന സമയമാകുന്നു. മകരം രാശിക്കാരിലും ചന്ദ്രന്റെ പൂർണ്ണ ശോഭയാൽ സൗഭാഗ്യലക്ഷ്മി ധനയോഗം രൂപപ്പെടുന്നതാകുന്നു. തന്മൂലം നിരവധിയാർന്ന നേട്ടങ്ങൾ ഇവരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. സാമ്പത്തിക നേട്ടങ്ങൾ വന്നു ചേരാവുന്നതായ സമയമാകുന്നു. കൂടാതെ നേട്ടങ്ങൾ പലതും കൈവരിക്കുവാൻ സാധിക്കുന്നു എന്ന പ്രത്യേകതയുമുണ്ട്. പ്രത്യേകിച്ച് ബിസിനസ് പരമായ നേട്ടങ്ങൾ, തൊഴിൽപരമായ നേട്ടങ്ങൾ കൊയ്യുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങളാണ് വന്നു ചേരുക. പ്രതികൂലം എന്ന് വിചാരിച്ചതായ ചില കാര്യങ്ങൾ അനുകൂലമാകാം. പല പ്രയാസങ്ങളും നിങ്ങളിൽ നിന്നും അകന്ന് മാറുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരാം. കൂടാതെ ഈ സമയം സാമ്പത്തിക വെല്ലുവിളികൾ, ശത്രുക്കളുമായി ബന്ധപ്പെട്ട് വന്നു ചേർന്നിരിക്കുന്നതായ ദോഷകരമായ ഫലങ്ങളുടെ കാഠിന്യം കുറയ്ക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതുമാണ്. കടബാധ്യതകൾ കുറച്ചു കൊണ്ടുവരുവാൻ നിങ്ങൾക്ക് സാധിക്കും. ബന്ധുക്കളുമായി നിലനിന്നിരുന്നതായ പലവിധ പ്രശ്നങ്ങൾക്കും അറുതി സംഭവിക്കുന്നതായ ഒരു സമയം കൂടിയാണ് ഇത്.
സുഖകരമായ ജീവിതം മുന്നോട്ട് നയിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. അനുകൂലമായ സാഹചര്യം നാൾക്കുനാൾ വന്നു ചേരുവാനുള്ള സാധ്യതകളുണ്ട്. കൂടാതെ ഈ സമയം പ്രധാനമായും ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പല ദുഃഖങ്ങൾക്കും പരിഹാരങ്ങൾ കണ്ടെത്തുവാൻ സാധിച്ചു എന്ന് വരാം. ചില വ്യക്തികളുടെ സഹായം പ്രതീക്ഷിക്കാതെ തന്നെ ജീവിതത്തിലേക്ക് കടന്നു വരാം. ചില വ്യക്തികൾ നിങ്ങളെ സഹായിച്ചു എന്ന് വരാം. അത് ധനപരമോ മറ്റ് സഹായങ്ങളോ ആകാം. ഇത്തരത്തിൽ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരുന്ന സാഹചര്യങ്ങളാണ് നിങ്ങൾക്ക് വന്നു ചേരുക. എന്നാൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത്, ഈ സമയം ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം വന്നു ചേരുന്നതിനാൽ തന്നെ വന്നു ചേരുന്നതായ അവസരങ്ങൾ ശരിയായ രീതിയിൽ നിങ്ങൾ വിനിയോഗിച്ച് മുന്നോട്ട് പോകേണ്ടതും അനിവാര്യമാകുന്നു. ചില വ്യക്തികൾ മൂലം നിങ്ങൾക്ക് വന്ന് ഭവിച്ചിട്ടുള്ളതായ വിഷമങ്ങൾ തരണം ചെയ്യാനും ജീവിതത്തിൽ അനുഭവിക്കുന്ന പല ദുഃഖങ്ങളിൽ നിന്നും മോചനം ലഭിക്കാനുള്ള വഴികൾ നിങ്ങൾക്ക് മുൻപിൽ തെളിയാം. പ്രണയ സാഫല്യം, വിവാഹം തുടങ്ങിയ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് അനുകൂലമായി ഭവിക്കാവുന്നതായ സമയം കൂടിയാണ് എന്ന് ഓർക്കുക. പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് അനുകൂലം തന്നെയാകുന്നു. മീനം രാശി. മീനം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രക്കാർ. മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ വർഷത്തിലെ ഏറ്റവും ഭാഗ്യം നിറഞ്ഞ ഒരു സമയത്തിലൂടെയാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത്. കാരണം അപൂർവമായ ഗ്രഹ സംഗമങ്ങൾ ഉൾപ്പെടെ പല സൗഭാഗ്യങ്ങളും ഈ രാശിയിൽ വന്ന് ഭവിക്കുന്നതാണ്. അതിനാൽ തന്നെ മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അനവധിയാർന്ന നേട്ടങ്ങൾ, സന്തോഷകരമായ നിമിഷങ്ങൾ, ആഗ്രഹ സാഫല്യങ്ങൾ, വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പോലും അനുകൂലമാകുന്ന സാഹചര്യങ്ങളാണ് വന്നു ചേരുക. ചന്ദ്രൻ പൂർണ്ണ രൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്നതിലൂടെ സൗഭാഗ്യങ്ങൾ മീനം രാശിക്കാർക്ക് ഇരട്ടിക്കുന്നതായ ഒരു സമയം കൂടിയാണ് എന്ന് മനസ്സിലാക്കുക. പ്രധാനമായും സാമ്പത്തിക പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് ഇല്ലാതെയാകുന്നു എന്ന് തന്നെ പരാമർശിക്കാം. സന്തോഷവും ഐശ്വര്യവും വർദ്ധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ആരോഗ്യ കാര്യങ്ങളിൽ മെച്ചപ്പെടുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. വിവാഹം നടക്കാനുള്ള യോഗം നിങ്ങളിലേക്ക് വന്നു ചേരും. കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാകുന്ന സാഹചര്യങ്ങളാണ് വന്നു ചേരുക. ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം വന്നു ചേരാം. സാമ്പത്തിക പ്രയാസങ്ങൾക്ക് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അറുതി സംഭവിക്കുന്നതായ സമയമാകുന്നു. പ്രധാനമായും ധനപരമായ നേട്ടങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും. സന്തോഷകരമായ നിമിഷങ്ങൾ നിങ്ങൾക്ക് ഇരട്ടിക്കുന്നതുമാണ്. കൂടാതെ ഈ സമയം പ്രധാനമായും നിങ്ങൾ അറിയേണ്ടതായ കാര്യം, വെല്ലുവിളികൾ ജീവിതത്തിൽ കുറയുന്നു അല്ലെങ്കിൽ കുറച്ചു കൊണ്ടുവരുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നു എന്ന് തന്നെയാണ്. കൂടാതെ ശത്രുക്കളുമായി ബന്ധപ്പെട്ട് ഏതൊരു വിധത്തിലുള്ള പ്രവർത്തനങ്ങളെയും തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. പ്രതീക്ഷിക്കുന്നതായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തടസ്സങ്ങൾ കൂടാതെ വന്നു ചേരും. കൈകളിൽ പണം നിറയുന്നതായ സാഹചര്യങ്ങൾ, സമ്പാദ്യ കാര്യത്തിൽ അനുകൂലമായ തീരുമാനങ്ങൾ എടുക്കുവാൻ സാധിക്കും. കടബാധ്യതകൾ നിങ്ങളെ അലട്ടുന്നു എന്നതും വാസ്തവമായ കാര്യമാണ്. കടബാധ്യതകൾ കുറച്ചു കൊണ്ടുവരുവാൻ സഹായകരമായ കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്യുവാൻ സാധിക്കും. അല്പമെങ്കിലും കടബാധ്യതകളുമായി ബന്ധപ്പെട്ട് ആശ്വാസം ലഭിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരാം. കൂടാതെ പല വിധത്തിലുള്ള മനോദുഃഖങ്ങൾക്കും ഒരു പരിധിവരെയെങ്കിലും അറുതി സംഭവിക്കുന്നതായ സമയം കൂടിയാകുന്നു. പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് അനുകൂലമാണ്. ശരിയായ രീതിയിലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ഭവിക്കാവുന്നതായ സമയമാകുന്നു.